ആയുധ വിപണന മേഖലയിൽ അതുപോലെ തന്നെ പ്രതിരോധ രംഗങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ഒരു വൻ ശക്തിയായി വളർന്നു വരുന്നു എന്ന് നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തമായ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ വാങ്ങാനായിട്ട് പല രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് വരുന്നു. അതായത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങുന്ന ഏഷ്യയിലെ രണ്ടാമത്തെ രാജ്യമാകാൻ പോവുകയാണ് വിയറ്റ്നാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് $700 മില്യൺ ഒരു വലിയ കരാർ, ഇത്രയും വലിയ ഒരു സിംഗിൾ കരാർ ഇന്ത്യ നടത്തുന്നത് ഇത് ആദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വിയറ്റ്നാമിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ വാങ്ങണം അല്ലെങ്കിൽ വേണം എന്ന ആവശ്യം ഉയർന്നു വന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫിലിപ്പൈൻസിന് ഈ ബ്രഹ്മോസ് മിസൈൽ നൽകിയിരുന്നു. അതുകൊണ്ടാണ് $700 മില്യൺ ചെലവിട്ടുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഇത്തരത്തിലൊരു ആയുധ കരാർ നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതായത് തീരദേശ ബാറ്ററി സംവിധാനങ്ങൾ, അതുപോലെ ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജ് എന്ന രീതിയിലാണ് ഇത് വാങ്ങുന്നത്. അതായത് ഇത് വിക്ഷേപിക്കാനുള്ള ഉപകരണങ്ങൾ, മറ്റ് ആയുധങ്ങൾ, അതുപോലെ തന്നെ ഇവ ഉപയോഗിക്കാൻ ആവശ്യമായ പരിശീലനം, ഇതെല്ലാം തന്നെ ഇന്ത്യ നൽകും. 2022 ഫിലിപ്പൈൻസ് നമ്മളോട് ഇത്തരത്തിൽ ഈ ബ്രഹ്മോസ് മിസൈൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ്. ഏതാണ്ട് 290 കിലോമീറ്റർ റേഞ്ചുള്ള നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് റഷ്യയുമായി സഹകരിച്ചാണ് നമ്മൾ നിർമ്മിക്കുന്നത്. മാത്രമല്ല, നമ്മളൊരു ആയുധം നിർമ്മിക്കുമ്പോൾ അല്ലെ പ്രതിരോധ ഉപകരണങ്ങൾ തയ്യാറാക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും പ്രതിരോധിക്കുന്നത് ചൈനയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ലോകത്ത് പല രാജ്യങ്ങളും ശത്രുക്കളായുണ്ട്. ഇപ്പോൾ അമേരിക്കയും റഷ്യയും ഒക്കെ ശത്രുക്കളാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ട്രേഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ശത്രുതയാണ്. പക്ഷേ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതുകൊണ്ടാണ് ചൈനയുടെ പ്രധാന ശത്രു ഇന്ത്യയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് നേരെ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിലൊക്കെ കാണിക്കും. പക്ഷേ 1962 ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ചൈനയിൽ നിന്ന് അവർ ഒരുപാട് വളർന്നുവെങ്കിൽ ഇന്ത്യ അതിൻ്റെ ഇരട്ടി വളർന്നിരിക്കുന്നു. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഒരുപാട് വളർന്നിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്ന ഈ ആയുധങ്ങളെ ചെറുക്കാൻ ഇപ്പോൾ നിലവിൽ ചൈനയ്ക്ക് സാധ്യമല്ല. അപ്പോൾ വിയറ്റ്നാം നമ്മുടെ കയ്യിൽ നിന്ന് ഈ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുകയാണെങ്കിൽ അവരുടെ അതിർത്തി മേഖല, അതായത് കടലോര മേഖലയെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടും. ഇന്ത്യ നിർമ്മിക്കുന്ന ഈ ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ നിലവിൽ ചൈനയുടെ കയ്യിൽ മാർഗമൊന്നും ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഫിലിപ്പൈൻസ്, വിയറ്റ്നാം അല്ലെങ്കിൽ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെടുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള സഖ്യമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പോൾ ചൈന അവരെ ആക്രമിക്കുകയോ വല്ലതും ചെയ്താൽ ഇന്ത്യ അതിനകത്ത് ഇടപെടുകയും സമ്മർദ്ദം ചെലുത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീക്കം നടത്തുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു മുന്നേറ്റം നടത്തിയാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്ക് സഹായവുമായി എത്തും. അപ്പോൾ ചൈനയുടെ യഥാർത്ഥ ശത്രു എന്നറിയപ്പെടുന്ന ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ചൈനയെ കൂടി പ്രതിരോധിക്കാൻ ഉൾക്കൊള്ളുന്നതാണ് അല്ലെങ്കിൽ അതിനെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ലോക രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആയുധം ഉണ്ടാക്കുമ്പോൾ അത് വാങ്ങാനായിട്ട് ലോക രാജ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറഞ്ഞാൽ റഷ്യയുമായി സഹകരിച്ചാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇപ്പം അങ്ങനെ ലോകത്ത് തന്നെ ഇങ്ങനെ 3 തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള അപൂർവ മിസൈലുകളിലൊന്ന് എന്ന് വേണമെങ്കിൽ ബ്രഹ്മോസിനെ വിശേഷിപ്പിക്കാം. മാത്രമല്ല, ഇതിൻ്റെ റേഞ്ച് ഏതാണ്ട് 300 കിലോമീറ്റർ അപ്പുറത്തേക്കായിരുന്നു. പക്ഷേ ഇന്ത്യ പതുക്കെ ഈ MGCRൽ അംഗമായിരുന്നു, അതായത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ അംഗമാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ ദൂരപരിധി നമ്മൾ വർദ്ധിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. പിന്നീട് ഈ 300 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള മിസൈലുകൾ വിദേശ രാജ്യങ്ങൾക്ക് നൽകാൻ പാടില്ല എന്ന് ഒരു ഇൻ്റർനാഷണൽ നിയമമുണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇതിൻ്റെ ഈ പറയുന്ന റേഞ്ച് അതൊരു 300-ൽ താഴെ 290 കിലോമീറ്റർ ആക്കി നമ്മൾ പരിമിതപ്പെടുത്തി. പക്ഷേ നമ്മളും റഷ്യയുമൊക്കെ ഇത് പരീക്ഷിച്ചപ്പോൾ 400 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോലും ലക്ഷ്യം കാണാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യം ചൈനയിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടായിരുന്നു. അതായത് സൗത്ത് ചൈന കടലിൽ ചൈന ഒരു ഗുണ്ടയെ പോലെയാണ്, ഒരു ദാതയെ പോലെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് മേഖലയിലുള്ള കപ്പലുകൾക്ക് നേരെ അല്ലെങ്കിൽ മറ്റ് അതുവഴിയുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തും. ഇവിടെ ഫിലിപ്പൈൻസിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ അല്ലെങ്കിൽ ആർമിയുടെ ഒക്കെ ബോട്ടോ കപ്പലോ ഒക്കെ അതിൽ കൂടെ പോവുകയാണെങ്കിൽ സൗത്ത് ചൈന കടലിലുള്ള ചൈനീസ് കപ്പലുകൾ അവയെ ആക്രമിക്കും. ഈ കപ്പലുകൾ കൊണ്ടിട്ട് ഇടിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനകത്തേക്ക് വെള്ളം ചീറ്റും, വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. അങ്ങനെ സഹികെട്ടാണ് ഫിലിപ്പൈൻസ് ഇതിനെ പ്രതിരോധിക്കാനായി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയത്. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഹരശേഷിയുള്ള കരയിൽ നിന്നും കടലിൽ നിന്നുമൊക്കെ വിക്ഷേപിക്കാൻ കഴിവുള്ള മിസൈലാണെന്ന് ചൈന തിരിച്ചറിഞ്ഞതോടുകൂടി ഈ ഫിലിപ്പൈൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി.
ഇപ്പോൾ ഫിലിപ്പൈൻസിനെ അങ്ങനെ ആക്രമിക്കുന്നില്ല, അവരെ വെറുതെ കയറി ചൊറിയുന്നില്ല. കാരണം ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ 300 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ചൈനീസ് നഗരത്തെ ലക്ഷ്യമാക്കി വിട്ടുകഴിഞ്ഞാൽ ആ നഗരം പൂർണ്ണമായി നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ചൈനയ്ക്ക് ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അങ്ങനെ ഫിലിപ്പൈൻസ് ഒരു പ്രതിരോധം എന്ന നിലയിൽ ആക്രമണം നടത്തിയാൽ ചൈനയെ സംബന്ധിച്ച് അതൊരു വലിയ നാണക്കേടാണ്. ഒരു ചെറിയ രാജ്യം അവരുടെ ഒരു സിറ്റിയെ ആക്രമിച്ച് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എല്ലായ്പ്പോഴും ചൈന ശ്രമിക്കും. അപ്പോൾ ചൈനയുടെ നീക്കം എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ ഭയപ്പെടുത്തി അവരിൽ അങ്കലാപ്പുണ്ടാക്കി നിൽക്കാൻ മാത്രമേ ശ്രമിക്കാറുള്ളൂ. പൈസ നഷ്ടം വരുന്ന, ആയുധ നഷ്ടമുണ്ടാക്കുന്ന മേഖലകളിലേക്കൊന്നും ചൈന തിരിയാറില്ല. ചൈന വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഫിലിപ്പൈൻസിന് നേരെ ആക്രമണം നടത്തി അല്ലെ പേടിപ്പിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അവർ അതിനെ പ്രതിരോധിച്ചു, ഇന്ത്യയുമായി കൈകോർത്തുകൊണ്ട്. അതുപോലെ തന്നെയാണ് അന്ന്, അതായത് 2022 ഫിലിപ്പൈൻസും ഇന്ത്യയും തമ്മിൽ ഈ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനൊരു കരാറിൽ ഏർപ്പെടുന്നത്. കഴിഞ്ഞ ഏപ്രിൽ നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ അവർക്ക് നൽകുകയും ചെയ്തു. അതോടുകൂടിയാണ് ഫിലിപ്പൈൻസിനെ ചൊറിയുന്ന പണി ചൈന നിർത്തിയത്. ഇപ്പോൾ വിയറ്റ്നാമിന് നേർക്കാണ് നടക്കുന്നത്. വിയറ്റ്നാമിനെതിരെ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നു, അവരുടെ കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെ വിയറ്റ്നാമിനെ ഉപദ്രവിക്കുന്ന ഘട്ടം വന്നപ്പോൾ അവർ വീണ്ടും ഇന്ത്യയുമായി കൈകോർക്കാനും ഇന്ത്യയിൽ നിന്ന് ഈ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനും തീരുമാനിച്ചു. കാലാകാലങ്ങളായി റഷ്യയിൽ നിന്നാണ് വിയറ്റ്നാം ഈ ആയുധങ്ങളൊക്കെ വാങ്ങുന്നത്. 2022 മാത്രം 60% ആയുധങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങി. പക്ഷേ നിലവിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഉക്രൈനുമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ത്യയുമായി കൈകോർക്കാൻ നിലവിൽ തടസ്സമൊന്നുമില്ല. അതുകൊണ്ടാണ് വിയറ്റ്നാം ഇപ്പോൾ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടുന്നത്. അങ്ങനെ വിയറ്റ്നാമിന് ലഭിക്കുന്ന ഈ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് വിയറ്റ്നാമിൻ്റെ തീരപ്രദേശങ്ങളെല്ലാം സുരക്ഷിതമാക്കാൻ കഴിയുമെന്ന് അവർ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചൈന ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തി അവരെ അതിൽ നിന്ന് പിൻവലിക്കും. മാത്രമല്ല, ഈ ബ്രഹ്മോസ് മിസൈലിന് ഇത്രയും ശക്തിയുണ്ട്, കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതോടുകൂടി ഇപ്പോൾ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, മധ്യേഷ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് ഈ മിസൈൽ വാങ്ങാനുള്ള ചില എഗ്രിമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഉടമ്പടിയിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം കപ്പലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഈ മിസൈലുകൾ, യുദ്ധവിമാനത്തിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ, കരയിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഇന്ത്യ അപൂർവമായി നിർമ്മിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രമുള്ളതാണെന്ന് നമുക്ക് അഭിമാനിക്കാം. നമ്മൾ നേരത്തെ പിനാക്ക എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമൊക്കെ അവതരിപ്പിച്ചിരുന്നു. അത് അന്ന് അർമേനിയ മേടിച്ചു. അർമേനിയ അത് ഉപയോഗിക്കുന്നതൊക്കെ കണ്ടിട്ട് പിന്നീട് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ അവരുടെ സൈന്യാധിപനെ നേരിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയും ഇന്ത്യയുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അവരും വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഡിഫൻസ് മേഖലയിൽ, അതുപോലെ തന്നെ ആയുധ വ്യാപാര രംഗത്തൊക്കെ ഇന്ത്യ പതിയെ ഒരു വൻ ശക്തിയായിട്ട് മാറുന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ ചൈനീസ് കപ്പലുകൾ ഏതെങ്കിലും തരത്തിൽ വിയറ്റ്നാമിനെ ഇനി ആക്രമിക്കാൻ ശ്രമിച്ചാൽ ചൈനയുടെ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കാൻ വിയറ്റ്നാമിന് സാധിക്കും. കാരണം ഇന്ത്യയുമായി ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യ ഈ ബ്രഹ്മോസ് മിസൈൽ അവർക്ക് നൽകും. അപ്പം വിയറ്റ്നാമുമായിട്ട് നമ്മുടെ സൈനിക അല്ലെങ്കിൽ ഈ പ്രതിരോധ ബന്ധം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നേരത്തെ തന്നെ റഷ്യയിൽ നിന്ന് സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ അവർ വാങ്ങി. അതുപോലെ തന്നെ ചില യുദ്ധ കപ്പലുകളൊക്കെ വാങ്ങി. അന്ന് ഈ പറയുന്ന ഫിലിപ്പീനിയൻ സേനയ്ക്ക് പരിശീലനം നൽകിയത് ഡൽഹിയിൽ നിന്നാണ്. അന്ന് മുതൽ ഈ ബന്ധമുണ്ട്. ഇപ്പോൾ റഷ്യയുമായി ചേർന്നിട്ടാണ് നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ തയ്യാറാക്കിയത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിയറ്റ്നാമിന് ഈ മിസൈൽ വിൽക്കുന്നതിൽ റഷ്യയ്ക്കും പരിഭവമോ അല്ലെങ്കിൽ പ്രതിഷേധമോ അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല, നേരത്തെ റഷ്യയിൽ നിന്നാണ് ആയുധം വാങ്ങുന്നതെങ്കിൽ ഇനി അതൊരു ബഹുമുഖ ആയുധ ഇടപാടുകളായി മാറണം, മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കണമെന്നൊക്കെ വിയറ്റ്നാമും ആഗ്രഹിക്കുന്നു. ഇത് കണ്ടിട്ട് തന്നെയാണ് ഇനി ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള മിസൈലുകൾ വേണം. അപ്പോൾ ചൈനയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ആയുധങ്ങൾ തയ്യാറാക്കുന്നത്. അതുതന്നെയാണ് വിയറ്റ്നാം, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഇപ്പം നമ്മളുമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടാൻ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും എല്ലാം തന്നെ ഈ ബ്രഹ്മോസ് മിസൈൽ ക്യാരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രഹരശേഷി എത്രത്തോളമാണെന്ന് ചൈന കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 290 കിലോമീറ്റർ റേഞ്ചിനുള്ളിൽ തന്നെ ചൈനയുടെ കപ്പൽ എവിടെയുണ്ടെങ്കിലും വിയറ്റ്നാമിന് അവിടെ നിന്ന് അവരെ ആക്രമിക്കാൻ സാധിക്കും. ഇനി ചൈനയിലെ നഗരത്തെ ആക്രമിക്കണമെങ്കിൽ അതും സാധിക്കും. 100% ലക്ഷ്യം വിജയകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ചൈന ഇനി മറ്റ് രാജ്യങ്ങളെ ഇതുപോലെ പോയി
ചൊറിയാൻ നിലനിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇന്ത്യയും റഷ്യയുടെയും ഒരു സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചൈന, പാകിസ്ഥാൻ എന്നിവയാണ് ഇന്ത്യയുമായിട്ട് പ്രധാനപ്പെട്ട ശത്രുതാ മനോഭാവമുള്ള രാജ്യം. 1962 നമ്മളെ ചൈന ആക്രമിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അതിനെക്കാട്ടിൽ ഒരുപാട് മെച്ചപ്പെട്ടതുകൊണ്ടാണ് ഈ ഗാൽവാനൊക്കെ സംഘർഷം കഴിഞ്ഞതോടുകൂടി ചൈന ഇന്ത്യയിൽ നിന്ന് ഒന്ന് പിന്മാറാനായിട്ട് തീരുമാനിച്ചത്. ഇന്ത്യൻ അതിർത്തികളിൽ നിന്ന് അവർ പിന്മാറുന്നു. ഡെപ്സാങ്, അതുപോലെ ഡെംചോക്ക് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ചൈനീസ് ആർമിയെ പിൻവലിക്കാനായിട്ട് തയ്യാറാകുന്നു. മാത്രമല്ല അമേരിക്കയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏഷ്യയിലെ രണ്ടാമത്തെ വൻശക്തിയായ ഇന്ത്യയുമായി കൂട്ടുകൂടുന്നത് ഒരു വലിയ നേട്ടമുണ്ടാക്കുമെന്ന് അവർ കരുതുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ വിയറ്റ്നാമിനോ ഫിലിപ്പൈൻസിനോ ഇന്തോനേഷ്യയ്ക്കോ ഒക്കെ നൽകുന്നത് കൊണ്ട് ചൈന പ്രത്യേക പ്രതിഷേധമോ അല്ലെങ്കിൽ എതിർപ്പോ ഒന്നും രേഖപ്പെടുത്തില്ല. എന്തായാലും കരയിൽ നിന്ന്, യുദ്ധക്കപ്പലിൽ നിന്ന്, യുദ്ധവിമാനത്തിൽ നിന്നൊക്കെ തന്നെ തൊടുക്കാൻ കഴിയുന്ന ഈ ബ്രഹ്മോസ് മിസൈലിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറി വരികയാണ്. എന്തിന് മിഡിൽ ഈസ്റ്റിലെ UAE, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിച്ചു എന്നുള്ളത് ലോകരാജ്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഏതാണ്ട് 100ഓളം രാജ്യങ്ങളുമായി സൈനിക പ്രതിരോധ ഇടപാടുകളിൽ നമ്മൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും വലിയൊരു കരാറിലേക്കാണ് ഇപ്പോൾ വിയറ്റ്നാമുമായിട്ട് ഇന്ത്യ കൈകോർക്കുന്നത്. $700 മില്യൺ കരാർ അനുസരിച്ചാണ് നമ്മൾ അവർക്ക് ബ്രഹ്മോസ് മിസൈൽ നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നൽകുന്ന ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് ചൈനക്കാരുടെ മുട്ടിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് കുറേ പ്രതിസന്ധി, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കുറേ പ്രതിസന്ധി, ഒപ്പം ഇന്ത്യ നൽകുന്ന ഈ ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് ഫിലിപ്പൈൻസും വിയറ്റ്നാമും ഒക്കെ ചൈനയെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചൈന ഏതാണ്ട് പേടിച്ച് പിന്മാറുന്ന സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.